കൂടെ KR സാജു കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സാജു, ഈ സംഗതി എങ്ങനെയാണ് ഇപ്പോൾ വികസിക്കാൻ പോകുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് ഇതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് തടഞ്ഞു എന്നതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ? ധാർമ്മികമായി വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നിഷാദ്. അതിനപ്പുറത്തേക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാർ ഇതിനെ ഒരു ആശ്വാസകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് രാവിലെയുള്ള ബിന്ദു മേനോന്റെ പ്രതികരണം അടക്കം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് ഗണേഷ് തന്നോട് മാപ്പ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം തന്റെ പ്രതികരണം വൈകാരികമായ ഒരു അവസ്ഥയിൽ നിന്നുണ്ടായതാണ്, അത് 5000 പെണ്ണുങ്ങളെ പ്രണയിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് തന്നെ പ്രകോപിതമാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് താൻ ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ഒരു പരാതി വന്നിരുന്നെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗണേശിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടി വന്നാനേ മന്ത്രിസഭയിൽ നിന്ന് ഒരിക്കൽ കൂടി ഗണേഷ് കുമാർ പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം വിടാൻ തയ്യാറല്ല ഈ വിഷയത്തിൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്വാഭാവികവുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പത്തനാപുരത്ത് ഗണേശിനെതിരെ ഇറക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാണ് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം അതിനെ വലിയ രീതിയിലുള്ള സമരമായി രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോൾ പത്തനാപുരത്ത് മന്ത്രിയുടെ വീട്ടിലേക്ക് നടക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മാർച്ച്, അതിനുശേഷം യൂത്ത് കോൺഗ്രസ് മാർച്ചും KSU മാർച്ചും ഒക്കെ വരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകൾ സംയുക്തമായി തന്നെ മന്ത്രിക്കെതിരെ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇടതുമുന്നണിയിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ സമവായമുണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. CPIയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. CPI ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തി അതിശക്തമായി LDF മുന്നോട്ട് പോയതാണ്. അവിടെ തിരിച്ച് ഒരു ചെക്ക് വെക്കുന്ന രീതിയിൽ ഈ വിഷയത്തിൽ പരാതിയില്ല എന്ന സാങ്കേതികത്വത്തിന്റെ കാര്യത്തിൽ മാത്രം മുന്നോട്ട് പോകില്ല. അതിനാൽ നടപടി വേണമെന്ന ആവശ്യം ഒരുപക്ഷേ ഉയർന്നു വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയത്ത് ഗണേഷ് കുമാറിനുള്ള എല്ലാ ശത്രുക്കളും ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ കൂടി വാർത്താ സമ്മേളനത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, നാളുകൾക്ക് മുമ്പേ ഗണേശനെ പറ്റി താൻ പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നേരത്തെ നിഷാദ് തന്നെ ആ പ്രയോഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്തരം പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് തന്നെ ഗണേഷ് കുമാറിനെതിരെ. ഗണേശിന്റെ സ്വഭാവം എന്താണെന്ന് താൻ വിശദീകരിച്ചതാണ്. മന്ത്രിയായാലും അല്ലേലും നമ്മുടെ സംസ്കാരത്തിന് ഉചിതമല്ല ഗണേഷ് കുമാറിന്റെ പ്രവൃത്തികൾ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഗണേശിന് പെണ്ണിനോടും പൊന്നിനോടും ഇഷ്ടമുള്ള ആളാണ്. ഈ സർക്കാരിലെ ഏറ്റവും വലിയ അപജയമായി പോയി ഇത് എന്ന് പറയുകയാണ്. പ്രണയിനികൾ ഇല്ലാത്തവർ ഷണ്ടന്മാരും ഊളകളുമാണോ എന്നൊക്കെയാണ് ഗണേശനോട് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, പരാതി പിൻവലിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഗണേശൻ സുകുമാരൻ നായരുടെ കാല് പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പരാതി പിൻവലിക്കുന്നിടത്തേക്കൊക്കെ എത്തിയത്. അങ്ങനെ ചില ഇടപെടലുകൾ കൂടി ഉണ്ടായി എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുകയാണ്. അവിടെ സുകുമാരൻ നായരുമായി അടുത്ത കാലത്ത് തെറ്റിയത് നമുക്കറിയാം. ഐക്യത്തിന് പോയി അവസാനം NSS പിന്മാറുന്ന സാഹചര്യം. അവിടെ സുകുമാരൻ നായരെ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിഷാദ്, ശരി, എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്നതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ ഉള്ളത്, ഇന്ന് ഈ പ്രശ്നം ഭാര്യയുമായി സംസാരിച്ച് പരിഹരിച്ചു ഗണേഷ് കുമാർ. പക്ഷെ ഇന്നലെ ഈ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസ് നോക്കി നിൽക്കെ ഒരു വിമനെതിരായിട്ടുള്ള അട്രോസിറ്റിയാണ്. ആ അട്രോസിറ്റിയിൽ ഈ പിങ്ക് പോലീസിന്റെ കഥ പറയുന്ന, KSRTC ബസ്സിലെ സുരക്ഷിത യാത്രയുടെ കഥ പറയുന്ന, ഭാവനയെ മുൻനിർത്തി സുരക്ഷയെക്കുറിച്ച് പരസ്യം ചെയ്യുന്ന സർക്കാരിന്റെ പോലീസാണ്. ഒരു മന്ത്രിയുടെ ഭാര്യ താൻ ആക്രമിക്കപ്പെട്ടുവെന്ന് 118 വിളിച്ചു പറഞ്ഞിട്ട് ഓടി അവിടെ ചെന്നപ്പോൾ മന്ത്രിയാണ് പ്രതിയെന്ന് അറിഞ്ഞപ്പോൾ പിൻവാങ്ങിക്കളയുക. ഇതാണോ സ്ത്രീ സുരക്ഷ? ഇതാണോ പിങ്ക് പോലീസ്? ഇതാണോ KSRTC ബസ്സിലെ സുരക്ഷ? ഇതാണോ ഭാവനയുടെ ബൈക്കിൽ പോകുന്ന പരസ്യം? നാട്ടുകാർ ഈ ചോദ്യം ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഭാര്യയും അവരും തമ്മിലുള്ള പ്രശ്നം വേറെ, സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ കുഴപ്പം അവിടെ കിടക്കുകയാണ് എന്ന് തന്നെ കാണണം.